തട്ടികൾ തന്നെ കണ്ണിൽ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു. ആ, മറ്റേ മറ്റേ പയ്യ പഴക്കൊന്ന് അടുത്തടുത്ത് നിൽക്കുമ്പോ കളിക്കും. ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ചെയ്തുള്ള ഞാൻ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ പൈപ്പ് ഇട്ടതാണ്. മൂത്രം പോവാനാ? മൂത്രം പോകാൻ ഇത് ഇങ്ങനെ പോയി നമ്മുടെ പറമ്പിൽ അങ്ങേ അറ്റത്തേ പോവുള്ളൂ. അപ്പൊ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടേക്കുമല്ലോ ഏട്ടാ. ഇട്ടേക്കുള്ളൂ. നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് കാലടി പൊതിയക്കരയിലുള്ള അൽഫോൺസ് ചേച്ചിയുടെ പൗലോസേട്ടന്റെ വീട്ടിലാട്ടോ. ഇവരുടെ പശു വളർത്തുന്നുണ്ട്. ഇവരുടെ ഒരു പശു വളർത്തുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെന്റിലൂടെ തന്നെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പൊ ഇതാട്ടോ പൗലോസേട്ടൻ. ചേട്ടാ നമസ്കാരം. അപ്പൊ എത്ര നാളായിട്ടാണ് ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വന്നത്? ഞാൻ ചെറുപ്പത്തിലേ പോലെ പശു വളർത്തി പഠിച്ചാണ് ആളുടെ. അതെ അതെ. അതിന് ഇവിടെ അടക്കാറുണ്ട് ഞാൻ നിർത്തിയില്ലേ? അത് കഴിഞ്ഞ പിന്നെ ഇവിടെ മലവെള്ളം വന്നില്ല, വലിയ മലവെള്ളം. പിന്നെ കൊറോണ വന്നു. പിന്നെ ഞാനെനിക്ക് ജാതിക്കണ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ നിന്ന് ഞാൻ ഒഴിവായി. പിന്നെ പശുവിനെ മേടിച്ചു. ഈ മലവെള്ളം വന്നിട്ട് പൈക്കൽ തരാന്ന് പറഞ്ഞാൽ അതിനെ പോയി മേടിച്ചിട്ട് തോന്നി. അങ്ങനെ ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 6 വർഷം ആവാറായിരുന്നു. 6 വർഷമായിട്ട്. ഇപ്പൊ പശുക്കളെ തൊഴുതി കൊണ്ടുപോകണോ? എന്നാ പറഞ്ഞ ഇത് രണ്ടാമത്തെ പ്രസവം ചെനയാണ്. എത്ര മാസം ചെനയാട്ടാ? ഇതിപ്പോ 8 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതെ, അത് വലിച്ചോണ്ട് പോകണം. 8 മാസമായിട്ടുണ്ട്. 8 മാസമായിട്ടുണ്ടല്ലേ? അപ്പൊ എത്ര ലിറ്റർ പാലൊക്കെ കിട്ടിയിരുന്നു? അപ്പൊ ഇതിന് ഞാൻ ഇടക്കറക്ക് ചെനക്ക മേടിച്ച. ചെനക്ക അന്ന് മേടിക്കുമ്പോ ഒരു 4 ലിറ്റർ പാലുണ്ടായുള്ളൂ. 3 മാസം ചെനക്കാൻ മേടിച്ചു. ഈ കന്നിയോ? ഇത് മേടിച്ചിട്ട് ഒരു 7 ലിറ്റർ പാല് കിട്ടിയുള്ളൂ. ഇടക്കറവായിട്ട് മേടിച്ചായിരുന്നു. അതെ അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങളെ കണ്ടോണ്ടാന്ന് നാള് ആകെ പേടിച്ചു. പിന്നെ എല്ലാ പശുവാണെങ്കിൽ അത് പ്രസവിച്ചിട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞു. പ്രസവിച്ചിട്ടില്ല? ചെനയായിട്ടില്ല. ചെനയാക്കണല്ല. ഇപ്പോഴും കറക്കണുണ്ടോ? അത് ഇപ്പൊ കറക്കണല്ല. ഇല്ലല്ലേ? വേറെ പശു മേടിക്കണേ ഇപ്പൊ നമുക്ക് നല്ല പൈസ വേണമല്ലോ. അതെ അതെ അതെ. ആൾക്കാർ പാലിനൊന്നും ഒന്നും ചെയ്യില്ല. 10 ലിറ്റർ 12 എന്നൊക്കെ പറഞ്ഞു തരും. ഇവിടെ കൊണ്ട് കറക്കുമ്പോ 8 ലിറ്റർ ഉണ്ടാവില്ല. 8 ലിറ്റർ ആണ്. അത് തീറ്റയുടെ അവിടെ കൊടുക്കുന്ന തീറ്റ ഇവിടുത്തെ വ്യത്യാസം അങ്ങനെ വല്ലതും ഉണ്ടോ? അതുകൊണ്ടാണ് ഒന്നും വരാറില്ല. അങ്ങനെ വരാറില്ല. ഇല്ല അല്ലേ? ഞാൻ കൊണ്ടുവരുന്ന പൈകൾക്ക് വലിയ മാറ്റം വരാറില്ല. അപ്പൊ കുട്ടികളെ ഇവിടെ നിർത്താത്ത ചേട്ടാ? അപ്പൊ കുട്ടികളെ ചിലപ്പോ ഒരു 5-6 മാസം നിർത്തും. അത് ഞാൻ കൊടുക്കും. ഇവിടെ കെട്ടാനാണോ? ഇവിടെ കെട്ടിട്ട് ഞാൻ വെള്ളം കൊണ്ടുവരേ കയറ്റുള്ളൂ. അതെ അല്ലേ? ഇതിപ്പോ എപ്പോ കൊണ്ടുപോകും? രാവിലെ ഞാൻ ഒരു 8:00 ആയിട്ട് കൊണ്ടുപോകും. 8:00 ആയിട്ട് കൊണ്ടുപോകും. അപ്പൊ രാവിലത്തെ കറവ എപ്പോഴാ? അപ്പൊ കറവ ഞാൻ 6 മണിക്കാണ്. 6 മണിയാവും. എങ്ങനെയാ അപ്പൊ പാലിന്റെ വിൽപ്പനയൊക്കെ? പാല് ഉള്ള പാലൂടെ പോകും. നമ്മുടെ വീടുകളിലാണോ? ഇവിടെ കൊണ്ടുപോകും. അതെ, ഇവിടെ വന്നു കൊണ്ടുപോകും. 2-3 ആൾക്കേ കൊണ്ടുപോകും. 2-3 ആൾക്ക് കൊണ്ടുപോയി കൊടുക്കും. അതെ അതെ. പിന്നെ തൊഴുത്തപ്പുറയാണ് ആ കാണുന്നതാണ്. ഇപ്പൊ പശുക്കളെ ഇവിടെ നിർത്തിയിട്ട് വെള്ളം കൊടുത്തിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് മാറ്റുള്ളൂ അല്ലേ? ചാണകം വാരിയിട്ടില്ല. ചാണകം വാരിയിട്ടില്ല. അത് കുഴപ്പമില്ല. അത് വാരി കളഞ്ഞ. അപ്പൊ ഇതിങ്ങനെ ഉച്ചക്ക് കുളിപ്പിക്കുന്നുണ്ട്? അപ്പൊ ഞാൻ വൈകിട്ട് കുളിപ്പിക്കുള്ളൂ. വൈകുന്നേരം കുളിപ്പിക്കുന്നുള്ളൂ അല്ലേ? ഞാൻ വൈകിട്ട് എല്ലാവരും വെള്ളം കൊടുക്കല കഴിഞ്ഞാൽ എല്ലാവർക്കും തീറ്റ കൊടുത്തതിന് ശേഷം കുളിപ്പിക്കും. അതുങ്ങൾക്ക് ഒരു സുഖമല്ലേ അപ്പൊ ആ സമയത്ത് എല്ലാം കഴിഞ്ഞിട്ട്? അപ്പൊ ഉച്ചത്തെ കറവ എപ്പോഴാ? അപ്പൊ ഉച്ചത്തെ കറവ 2:45 ആകുമ്പോ. ഓക്കെ. അപ്പൊ 3 മണിക്ക് മുമ്പായിട്ട് പറഞ്ഞു. അതെല്ലേ? അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ സാധാരണ ഇപ്പൊ എന്ത് തീറ്റയൊക്കെ കൊടുക്കണേ? ഇപ്പൊ ഇതിനിപ്പോ കേരളപ്പീടെ ലൈറ്റ്. അപ്പൊ ചേട്ടന്റെ പശു വളർത്തുന്ന രീതിയൊക്കെ ഒന്ന് പറയാമോ? പശു വളർത്തുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സാധാരണ കുറെ പുല്ല് കൊടുക്കും. പിന്നെ രാവിലെ ഒരു 8:30 ആകുമ്പോ കൊണ്ടുപോയി കെട്ടും. ഒരു 11 മണിയാകുമ്പോ വീണ്ടും തിരിച്ചു കൊണ്ടുവരും. ഇവിടുന്ന് വെള്ളം കൊടുത്ത് ഒരുത്തി കെട്ടും. അതിന് ഉച്ച കഴിഞ്ഞിട്ട് പോയി കുറച്ച് വളർത്തുപുല്ലുണ്ട്. പുല്ല് വളർത്തുന്നുണ്ടല്ലേ? അത് വെട്ടി കൊടുക്കും. അത് അവിടെ വൈകിട്ട് കൊണ്ടുവരും. അവിടെ ചവിട്ടി കൂട്ടി കളയും. വൈകുന്നേരമാണ് ഇപ്പൊ എല്ലാ പരിപാടിയും ചെയ്യണല്ലേ? രാവിലെ പണിയുണ്ട്. 2-3 പശു ഒരാൾ വളർത്തുന്നതാണ്. ഒരാളുടെ ഫുൾ പണിയാണ്. അപ്പൊ ചേട്ടൻ മാത്രല്ലല്ലോ, ചേട്ടന്റെ വൈഫും കൂടെ കൂടിയല്ലേ ഈ പശു വളർത്തല്? അതാണ് ചേച്ചി. നമ്മുടെ ഇവിടുത്തെ മുൻ മെമ്പർ ആയിരുന്നു കേട്ടോ. ചേച്ചി നമ്മുടെ സ്ഥല ലൊക്കേഷൻ ഒന്ന് പറയാമോ? പൊതിയക്കരയിൽ. അപ്പൊ നേരത്തെ പൊതിയക്കരയിലെ മുൻ മെമ്പർ ആയിരുന്നു. അതെല്ലേ? അതിനുശേഷം ഈ ചേട്ടൻ്റെ കൂടെയൊക്കെ ഇടയ്ക്കൊക്കെ സഹായിച്ചു അല്ലേ? ആദ്യം നന്നായിട്ട് സഹായിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കോവിഡ് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ആരോഗ്യത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ കോഴിയുടെ ഫാം ഉണ്ടായിരുന്നു. അതും എല്ലാം കൂടി ഞങ്ങൾക്ക് പറ്റാണ്ടായി. അതാണ്. പിന്നെ ഞാൻ കുറച്ച് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോ തന്നെ ആള് തന്നെ ഇതിനകത്ത് അങ്ങോട്ട് ഇൻവോൾവ്ഡ് ആയി. അപ്പൊ പിന്നെ ആള് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ ചെറിയൊരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്റെ ആള് തന്നെയാണ് ഇതിന്റെ മെയിൻ ആള് പൗലോസേട്ടൻ തന്നെയാണ്. ഞാനൊന്ന് ചെറിയൊരു സപ്പോർട്ട് എന്നല്ലാണ്ട് ആ ഒരു ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അവിടെ പാല് കൊടുക്കണത്, പാത്രങ്ങള് വൃത്തിയാക്കല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. എല്ലാ കാര്യങ്ങളും
അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അത് തന്നെ ഒരു സപ്പോർട്ടാണ്. കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത് ഒരു പാല് കൊടുക്കലും മേടിക്കലും പാത്രങ്ങളിലും ഒക്കെ ആള് കഴിയും. തട്ടികൾ കണ്ണിൽ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ അടുത്തടുത്ത് നിൽക്കുമ്പോ കളിക്കും ഇങ്ങനെ കുത്തിട്ട് ഇവരുടെ കൊമ്പ് ചിലപ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടാലും പ്രശ്നമാണല്ലോ. ആ വെള്ളപ്പഴ കൊമ്പ് കൊണ്ടായിരിക്കണം. കൊമ്പ് ശരി, അതിന്റെ കണ്ണീന്ന് വെള്ളം വരുന്നുണ്ട്. ഏറ്റവും വലിയ വിഷയം ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ടാണ് ഇതിപ്പം കുറഞ്ഞു വരുന്നത്. 5 വരെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ നമ്മള് ഈ ഓരോന്നോരോന്ന് ഇങ്ങനെ കുറയ്ക്കുവാണ്. ഇപ്പൊ എത്ര ഉണ്ട്? ഇപ്പൊ ടോട്ടൽ 3 എണ്ണം അല്ലേ? 3 ഉള്ളൂ. 3 പൈക്കണമെങ്കിൽ എത്ര ലിറ്റർ പാലൊക്കെ കിട്ടും നമുക്ക് ഏകദേശം? ആ പശുവിനെ ഫസ്റ്റ് പ്രസവത്തിന് എനിക്ക് കിട്ടിയ 9 ലിറ്റർ പാലുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ചെന പിടിക്കാണ്ടായേക്കണേ. അത് വലിയ കഷ്ടമായിട്ടല്ലേ നമുക്ക് നഷ്ടം തന്നെയാ, വലിയ നഷ്ടം. അതെ, നമുക്ക് ചെന പിടിച്ചില്ല. പാലൊക്കെ കിട്ടുന്ന പശുവിന് ചെന പിടിക്കാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഏകദേശം അത്രയൊക്കെ വരും. അത്രയും പാലൊക്കെ തന്നെ വരണ്ടായിരുന്നല്ലേ. അതിപ്പോ ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ കറക്റ്റ് കാര്യം മനസ്സിലാവുള്ളൂ. നമ്മള് തുടക്കം ചെനയില് കൊണ്ടുവന്നാണ്. പക്ഷെ അന്ന് നമുക്ക് 4 അല്ലായിരുന്നു കേട്ടോ, 5-6 ലിറ്റർ പാലൊക്കെ കിട്ടിയിരുന്നു തുടക്കത്തില്. പിന്നെ ഇടക്കിറവൊക്കെ വരുമ്പോ കുറഞ്ഞു വരും. അപ്പൊ പശുക്കൾക്ക് വെള്ളം കൊടുക്കാൻ പോവാണേ. അപ്പൊ ചേച്ചി അത് കഴുകിയൊന്ന് വൃത്തിയാക്കിയിട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇത് എവിടെ കേട്ടോ ചേട്ടാ? അതെ അല്ലേ. വന്ന ഉടനെ ആള് വെള്ളം കുടിച്ച വേണ്ട. ഇപ്പൊ മഴ പെയ്ത സമയട്ടോ, അതുകൊണ്ട് തന്നെ ആള് ഇത്തിരി വെള്ളം കുടിക്കാൻ കുറച്ച് മടി കാണിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് കൊടുക്കും. ക്ഷീരകർഷകനെ മാനിക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ എല്ലാ കർഷകർക്കും ഒരു വേദനയുള്ള ഒരു കാര്യമാണ്. ക്ഷീരകർഷകന് ഒരു ഇതില്ല. ഇപ്പൊ പഞ്ചായത്തിലെ ഒരു വർക്കിംഗ് കമ്മിറ്റി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷീരകർഷകരുടെ കൂട്ടം വരുമ്പോഴത്തേനും അവിടെ സംസാരിക്കാൻ ആളില്ല, അവിടെ പറയാൻ ആരുമില്ല. ആര് സംസാരിക്കും അവർക്ക് വേണ്ടിയിട്ട്? ശരി, അവർക്ക് സമയമില്ല. ഇത് അതിന്റെ ഒരു വിഷയം ഉണ്ടല്ലേ. പലയിടത്തും മീറ്റിങ്ങുകൾ മാറ്റി വെക്കാൻ പറയും. പക്ഷെ ഇവർക്ക് കിട്ടുന്നത് ഒരു മിഡിൽ ടൈമാണ്. ഒരു 11 to 12 അല്ലെങ്കിൽ ഒരു 1 to 2 ഒരു ചിലപ്പം 1 to 2 ഒക്കെ ആകുമ്പോഴത്തേനും ഇവര് വല്ല റെസ്റ്റ് ചെയ്യുന്ന ബക്കറ്റിലുണ്ട് വെള്ളം. നമ്മളിപ്പോ രാവിലെ പാല് കൊടുക്കൂലോ. രാവിലെ പാല് കൊടുക്കുമ്പോഴത്തേക്കും നമ്മള് ഉണന്നോ ഇത് ചെയ്തു. ചിലര് ഡെയിലി പൈസ കൊണ്ടുവന്ന് തരും. അപ്പൊ 100 രൂപയാണെങ്കിലും 200 രൂപയാണെങ്കിലും രാവിലെ കണ്ണ് തുറക്കുമ്പോഴത്തേനും അത് നമ്മുടെ കയ്യിൽ വരുമ്പം അതൊരു സന്തോഷം. ചെലവിനെ കുറിച്ച് അന്നേരം നമ്മൾ ചിന്തിക്കത്തില്ല. അപ്പൊ നമുക്ക് ചിലപ്പോ മാസമായിരിക്കും ചിലപ്പോ ചിലര് തരുന്നത്. 1 ലിറ്ററോ 2 ലിറ്ററോ ഒക്കെ കൊണ്ടുവന്ന് ഒരു മാസം തരുമ്പോഴത്തേനും നമുക്കൊരു 5,000-6,000 രൂപയൊക്കെ ഒരു മാസം അവരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴത്തേനും അതൊരു ഇൻകം. ടോട്ടലി നമ്മൾ നോക്കുമ്പോ അത്ര എടുക്കുന്ന പാലും നമ്മൾ കഴിക്കുന്ന ഉൽപ്പന്നങ്ങളും അത്രയൊക്കെ തന്നെ ഉണ്ടാവും. അതെല്ലേ. അപ്പൊ ഈ കാണുന്നതാണ് ചേട്ടന് തൊഴുത്ത്. അപ്പം ഒരു ചാണകം കോരാൻ പോകുന്നുള്ളൂ ചേട്ടൻ. ഇതിപ്പോ പൈക്കളെ ഇവിടെ കുറച്ച് നേരം നിർത്തുന്നുള്ള അധികം ബുദ്ധിമുട്ടുണ്ടാവൂലായിരിക്കൂല്ലേ ചാണകത്തിന്റെ വിഷയമൊക്കെ? ഇല്ല, ചാണകം രാവിലെ പഠിച്ചു കൂട്ടി കഴിയും. ഞാൻ ശ്രദ്ധിച്ചപ്പോ ഇവിടെ അടുത്തൊക്കെ വീടൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മള് ചാണകം ശ്രദ്ധിക്കണ്ടേ, നമ്മള് മലിനം ആകാതിരിക്കാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടി വിഷയമില്ല. അപ്പൊ അതെന്തെങ്കിലും സിസ്റ്റം ഇവിടെ ചെയ്യുന്നുണ്ടോ? ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ചെയ്തുള്ള ഞാൻ ഇവിടെ അങ്ങ് അറ്റം വരെ പൈപ്പ് ഇട്ടതാണ്. മൂത്രം പോവാൻ ഇവിടെ ആർക്കും യാതൊരു ശല്യമില്ല. അത് ഇതിന്റെ അടിക്കൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. വലിയ പൈപ്പ് ഇട്ടേക്കാ. അതങ്ങനെ പോയിട്ട് അവിടെ ചെന്ന് ചാടുള്ളൂ. ഇതിന്റെ കഴുകുന്ന വെള്ളവും എല്ലാം അവിടെ അത് ഇവിടെ ഒന്നും കേട്ടില്ലേ? ആ കെട്ടിന്റെ അവിടെ ചെന്ന് വീഴും. പിന്നെ നമ്മൾ കൃഷിയിടത്തിലേക്ക് അങ്ങനെ തിരിച്ചു വിട്ടേക്കുവാണ്. ഞാൻ ശ്രദ്ധിച്ച കാരണം ഇവിടെ യാതൊരു സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ എന്താ പറയാ, ചാണകം എന്ത് ചെയ്യാം? അപ്പം ചാണകം നമ്മൾ ആ ട്രോളിയില് കോരിയിട്ട് ഷെഡ് ഉണ്ട്, അപ്പുറത്ത് ഷെഡുണ്ട്. ആ ഷെഡിൽ കൊണ്ടുവന്ന് ഇടും. അപ്പൊ പിന്നെ നമുക്കത് കുറച്ച് കോഴികളും കിടപ്പുണ്ട്. അപ്പൊ അവര് ചിക്കി ഉണക്കി നമുക്ക് തരും. നമ്മള് ചാണകം പുറത്തോട്ട്
ഇടും. എത്ര രൂപ നമുക്ക് വിൽക്കാൻ പറ്റുമോ ശരിക്കും? ഇപ്പൊ നമ്മൾ 250 കൊടുത്തോണ്ടിരുന്ന ഇപ്പൊ ശരിക്കും ഉണങ്ങി പൊടിച്ചാണോ ആണെങ്കിൽ അതിന് ക്വാണ്ടിറ്റി കൂടുതൽ കൊള്ളും. അപ്പൊ നമ്മള് 300 രൂപയ്ക്ക്. 300 രൂപയ്ക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലം ഇതാട്ടോ. അതെ, ഇവിടെയാണ് നമ്മളെ കോഴികൾ ഇട്ടേക്കണേ. ചാണകം ഉണക്കാൻ വേണ്ടി ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് വെറുതെ ഇങ്ങനെ ഇട്ടേക്കുമല്ലോ ഏട്ടാ? ഇത് ഉണങ്ങി നമ്മൾ എന്നിട്ട് വാരി എടുക്കൂലേ? ഇതിപ്പോ ഒന്നിച്ച് കൂട്ടും. കൂട്ടിയിട്ട് ചാക്കിലാക്കും. ചാക്കിലാക്കൂലേ? ഓ, ഫുള്ളായിട്ട് ഉണങ്ങിയാണ് കോഴികൾ അത് ശരിയാക്കി തരും. മയമുണ്ട്. ഇതൊക്കെ ഫുൾ ട്രൈ ചെയ്യണ്ട. ഇത് ഒറ്റയടിക്കാണ്ട് വാരി ചാക്കിലാക്കൂലേ? മുട്ടേനെ താവളം എവിടെ മുട്ട ഇടയ്ക്ക് വന്ന് മുട്ട ഇടും. ഇതിൻ്റെ അകത്താണ് മുട്ട ഇടുന്നത്. ഓ, ഇതേവിടെ മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടാ, അതിനുവേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കണല്ലേ. അപ്പോൾ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പൗലോസ് ചേട്ടൻ്റെ അൽഫോൺസ് ചേച്ചിയുടെ പശു വളർത്തലാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.